ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. കഴിഞ്ഞ വർഷം നമ്മൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? അതിലൊരുപാട് ഫോർമുലാസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വേണം. പക്ഷേ അത് മൊത്തമായിട്ട് ഇപ്പോൾ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് ഞാനൊരു സെഷൻ മാറ്റി വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ കഴിഞ്ഞ വർഷം പഠിച്ച നമുക്ക് വേണ്ട കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് വേണമെങ്കിൽ അതെന്ത് ഫംഗ്ഷൻ ആവണം എന്ന് നമ്മൾ പഠിച്ചു? അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണം എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ബൈജക്റ്റീവ്? 1 ആൻഡ് ഓൺ 2 ഫംഗ്ഷൻ ആയിരിക്കണം. പക്ഷേ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ബൈജക്റ്റീവ് ഫങ്ഷൻസ് ആണോ? നിങ്ങൾ നോക്കി നോക്കൂ. ഏതൊക്കെയാണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്? സൈൻ എക്സ്, കോസ് എക്സ്, സൈനിൻ്റെ റെസിപ്രോക്കൽ കൊസീക് എക്സ്, സീക് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ്. ഇതെല്ലാം എന്താണ്? ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ കൊസീക് എക്സ്, കോസ് എക്സിൻ്റെ റെസിപ്രോക്കൽ സീക് എക്സ്, ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ കോട്ട് എക്സ്. നമുക്ക് തിരിച്ചും പറയാം അല്ലേ? ഇനി സൈൻ എക്സിനെ നമ്മളൊരു ഫങ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? ഡൊമെയിൻ. ഇതെന്താണ്? കോഡൊമെയിൻ അല്ലേ? ഇത് ഡൊമെയിനും കോഡൊമെയിനുമാണ്. ഈ ഡൊമെയിനിൽ നമുക്ക് നോക്കാം. എക്സിന് നമുക്ക് -π എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 0. എക്സിന് നമ്മൾ 0 എന്ന വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 0. എക്സിന് നമ്മൾ π എന്ന വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്നത് 0 തന്നെ. ഇത് നോക്കൂ, ഇതൊരു മെനി വൺ ഫങ്ഷൻ ആണല്ലേ? സൈൻ എക്സ് എന്ന് പറഞ്ഞത് എന്തല്ല? ഒരു 1 ഫംഗ്ഷൻ അല്ല. ഒരു 1 ഫംഗ്ഷൻ ആയാൽ മാത്രമല്ലേ അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് തന്നിരിക്കുന്നത്? എന്താണ്? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിന്? ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ എന്താവണം? ഒരു ബൈജക്റ്റീവ് ഫങ്ഷൻ ആവണം. അതിനുവേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ട്രിഗ്നോമെട്രിക് ഫങ്ഷനിൻ്റെ ഡൊമെയിനും റേഞ്ചും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. എന്തിനാണ് അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്? റിയൽ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഏരിയയാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. നമുക്ക് 1 by 1 ആയി ഓരോ ട്രിഗ്നോമെട്രിക് ഫങ്ഷനിൻ്റെയും ഡൊമെയിനും റേഞ്ചും എന്താണ് വരുന്നത്? റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡൊമെയിനും റേഞ്ചും എങ്ങനെയാണ് വരുന്നത്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ്റെ ഡൊമെയിൻ ആൻഡ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സിൻ്റെ ഡൊമെയിൻ ഇത് നോക്കൂ. സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇതെന്താ കാണുന്നത്? സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. സൈൻ എക്സ് എങ്ങനെയാണ്? 0, π, 2π. അതായത് പൈൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ എന്ത് വരും? സൈൻ എക്സ് 0 വരും. π/2യുടെ മൾട്ടിപ്പിൾസിലാണ് എന്ത്? നമുക്ക് വാല്യൂ ഉണ്ടാവുക. എന്താണ് വാല്യൂ? y ആക്സിസിൽ +1 ആൻഡ് -1 അല്ലേ? -1ലും +1ലും ഇതിങ്ങനെ ഒരു വേവ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈൻ 0 എന്ന് പറയുന്നത് y ആക്സിസിൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടിയത്? 0. സൈൻ π/2 എന്താണ്? +1. സൈൻ π എന്താണ്? 0. സൈൻ 3π/2 എന്താണ്? -1. അതായത് ഡൊമെയിനിന് നമുക്ക് എന്ത് പറയാം? എക്സ് ആക്സിസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് എന്ത്? ഡൊമെയിൻ. റേഞ്ച് എന്താണ് വരുന്നത്? y ആക്സിസ് അല്ലേ? ഒരു ഫംഗ്ഷൻ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഫംഗ്ഷൻ ഡൊമെയിനും കോഡൊമെയിനും എടുക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് x ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് y. y = f(x). ഈ f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്? സൈൻ എക്സ് എന്നെടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് സൈൻ എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സ് വാല്യൂസ്, അതായത് ഈ എക്സ് ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് ഇവിടെ എന്ത് വരുന്നത്? ഡൊമെയിൻ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വൈ വാല്യൂ, അതല്ലേ നമ്മൾ ഫംഗ്ഷനിൽ പഠിച്ചത്.
ആ y വാല്യൂ എന്താണ്? -1നും +1നും ഇടയ്ക്ക് അതിങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതാണ് റേഞ്ച്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 +1 ഇതല്ലേ നമ്മുടെ റേഞ്ച്. എന്തുകൊണ്ടാണ് ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇട്ടത്? എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ മീനിങ്? ഇൻക്ലൂഡിങ് ദ ലിമിറ്റ്സ്. അതല്ലേ ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഓപ്പൺ ഇൻ്റർവെൽ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെല്ലും ഓപ്പൺ ഇൻ്റർവെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിടുന്ന ഈ രണ്ട് വാല്യൂസും ഇൻക്ലൂഡഡ് ആണ്. -1നും +1നും നമുക്ക് വാല്യൂ ഉണ്ട് അല്ലേ? ഒരു എക്സ് വാല്യൂവിന് നമുക്കൊരു വൈ വാല്യൂ കിട്ടുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇട്ടത്. എന്താണ് ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത? ഓപ്പൺ ഇൻ്റർവെൽ -1 and +1 ഈസ് not included in open interval but it is included in closed interval. അതാണ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ എന്താണ്? ഡൊമെയിൻ എന്ന് പറയുന്നത് R ആണ്. റേഞ്ച് എന്ന് പറയുന്നത് -1 to +1 ആണ് സൈൻ എക്സിൻ്റെ കേസിൽ. അപ്പോൾ ഇതെന്തല്ല എന്ന് നമ്മൾ പറഞ്ഞു? ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. എന്താ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? ഡൊമെയിനും റേഞ്ചും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് ഡിഫറെൻറ്റ് വൈ വാല്യൂസ് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് 1 1 എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലേ ഒരു യുണീക്ക് പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു 1 1 ഫംഗ്ഷൻ ആവുന്നുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് ഡിഫറെൻറ്റ് വൈ വാല്യൂസ് കിട്ടുന്ന പോർഷൻ ഏതാണ്? ഈ ഗ്രാഫ് വെച്ച് നോക്കിയാൽ നമുക്ക് നോക്കൂ. ഇതാ ഈ റെഡ് കളർ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ പോർഷൻ, ഇത്രയും പോർഷൻ എന്താണ്? -π/2 to π/2. ഇത്രയും പോർഷനിൽ ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് ഡിഫറെൻറ്റ് വൈ വാല്യൂസ് ആണ് അല്ലേ? ഇനി അത് പിന്നെ എന്താ വരുന്നത്? ഇത്രയും പോർഷൻ നെക്സ്റ്റ് വരുന്നത്, പിന്നെ ഇത്രയും പോർഷൻ. ഇങ്ങനെ ഈ ഒരു പോർഷൻ -π/2 to π/2 ഈ ഒരു പോർഷനെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? ഡൊമെയിൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്, റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്തായിട്ട് എഴുതാം? റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ -π/2 to +π/2 എന്നെഴുതാം അല്ലേ? -π/2 to +π/2. അപ്പോൾ റേഞ്ച് എന്ത് വരുന്നു? റേഞ്ച് നേരത്തെ പറഞ്ഞ സെയിം റേഞ്ച് തന്നെയാണ്. എന്താണ്? -1 +1. റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആയ -π/2 to π/2 നമുക്ക് കിട്ടിയ വൈ വാല്യൂ അല്ലെങ്കിൽ റേഞ്ച് എന്താണ്? -1 to +1. ഇനി സൈൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സൈൻ ഇൻവേഴ്സ് എക്സ് പറഞ്ഞാൽ വൈ വാല്യൂസും എക്സ് വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആവുന്നു അല്ലേ? ഫ്രം വൈ ടു എക്സ് ആണ് എന്ത് വരിക? സൈൻ ഇൻവേഴ്സ് എക്സ് വരുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും എന്താവും? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡൊമെയിൻ will be -1 +1 and range will be -π/2 to +π/2. ഇതാണ് എന്ത്? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൻ്റെ ഡൊമെയിൻ ആൻഡ് റേഞ്ച്. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സൈൻ ഇൻവേഴ്സ് സച്ച് ദാറ്റ് ഫ്രം -1 to +1 to -π/2 to +π/2. ഇവിടെ എക്സ് വാല്യൂസും വൈ വാല്യൂസും ഇൻ്റർചേഞ്ച് ആയി. സൈൻ എക്സിൻ്റെ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയുന്നത് -π/2 to +π/2. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും കേട്ടോ. +π/2 to 3π/2, 3π/2 5π/2. അതുപോലെ ഇവിടെയൊക്കെയും നമുക്ക് ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് ഡിഫറെൻറ്റ് വൈ വാല്യൂസ് കിട്ടും. പക്ഷെ നമ്മൾ പ്രിൻസിപ്പൽ റേഞ്ച് ആയിട്ട് എടുക്കുന്നത് -π/2 to π/2 ആണ്. ഈ ഒരു റേഞ്ച്, ഈ റേഞ്ചിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് സൈൻ ഇൻവേഴ്സ് ഒരു വാല്യൂ തരും. സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് 1/√2. അതെപ്പോഴും എവിടെയാണ് വരുന്നത്?
ഈ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചിനകത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻസിപ്പൽ വാല്യൂ. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് കോസെക്സിൻ്റെ നോക്കാം. ഞാനിങ്ങനെ 1 by 1 ആയിട്ട് ഗ്രാഫ് എടുത്ത് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഗ്രാഫ് ഒരു വട്ടം നിങ്ങൾ വരച്ച് നോക്കി നിങ്ങൾ സ്വന്തമായി ഡൊമൈനും റേഞ്ചും എഴുതി നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കില്ല. +2 മാത്തമാറ്റിക്സിൽ എല്ലാ ചാപ്റ്ററും ഇൻ്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഇൻവേർട്ടിബിൾ ഫങ്ഷൻ എന്താണ്, ഇൻവേഴ്സ് ഫങ്ഷൻ എന്താണ് എന്ന് മനസ്സിലായാൽ മാത്രമാണ് നമുക്കിവിടെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും sin xൻ്റെ ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് വേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് cos x നോക്കാം. എന്താണ് cos xൻ്റെ റേഞ്ചും ഡൊമൈനും എന്താണ് വരുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം എന്താ പഠിച്ചത്? ഡൊമൈൻ ഈസ് R അല്ലേ? എക്സ് ആക്സിസിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്ന റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. വാട്ട് ഈസ് റേഞ്ച് ഓഫ് cos x? -1 to +1. ഇനി ഇവിടെ നോക്കി നോക്കൂ, ഇത് നമുക്ക് എങ്ങനെ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കാം, അല്ലെങ്കിൽ 1 ഫംഗ്ഷൻ ആക്കാം. ഏതൊരു പോർഷനിലാണ് നമുക്ക് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ കിട്ടുന്നത്? എവിടെയാണ്? ഈ ഒരു പോർഷനിലാണ് അല്ലേ? ഫ്രം 0 to π. ഇത്രയും പോർഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ് വി ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ ഫ്രം 0 to π. So that the restricted domain and range will be cos x ന്റെ restricted domain and range എന്താവും? Domain will be from 0 to π. Closed interval 0 to π. And the restricted range will be the same -1 to +1. മനസ്സിലായോ? ഞാൻ sin x നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത കാരണം ഇത് ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യാണ്. നമുക്ക് എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും ഗ്രാഫ് ഇതുപോലെ നോക്കണം. ഇനി വാട്ട് വിൽ ബി ദ ഇൻവേഴ്സ്, അതായത് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനും റേഞ്ച് എന്തുവാവും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആവും അല്ലേ? സോ ഹൗ ക്യാൻ വി ഡിഫൈൻ ഇറ്റ്? കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഫ്രം -1 +1 to ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π. അങ്ങനെയല്ലേ? cos 0 എന്ന് പറയുന്നത് 1 ആണ്. cos π/2 0. cos π again -1. അതെങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എവിടെയാണ് ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ ഫ്രം π to 2π. ഹിയർ ഫ്രം 0 to -π. ഫ്രം -π to 2π. എന്താണ്? ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ കിട്ടുന്നു. അതായത് ഇൻവേഴ്സ് ഫംഗ്ഷനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കി. എങ്ങനെയാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കിയത്? റെസ്ട്രിക്റ്റ് ചെയ്തിട്ട്, ഡൊമൈനും റേഞ്ചും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അതിനെ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കി. അതുകൊണ്ടാണ് നമുക്ക് cos x എന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് നമുക്കൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇനി നമുക്ക് tan xൻ്റെ ഡൊമൈനും റേഞ്ചും എന്താ വരുന്നത്? tan xൻ്റെ ഡൊമൈൻ എന്താണ് വരുന്നത്? tan xൻ്റെ ഡൊമൈൻ x, where x belongs to R and x is not equal to old multiple of π/2. എന്താണ് ഓൾഡ് മൾട്ടിപ്പിൾ ഓഫ് π/2? 2n + 1 into π/2, where n belongs to ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ്. ഇതാണ് എക്സ് വാല്യൂ വരുന്നത്. ഇത് നമ്മൾ +1 പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് ഇത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എടുത്തത്? കാരണം tan x എന്ന് പറയുന്നത് sin x / cos x ആണ്. π/2യുടെ മൾട്ടിപ്പിൾസിലെല്ലാം cos x എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ അതെന്താവും? നോട്ട് ഡിഫൈൻഡ് ആയി മാറും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് എന്തൊഴിവാക്കിയത്? π/2യുടെ ഓഡ് മൾട്ടിപ്പിൾസ് ഒഴിവാക്കിയത്. ഇനി tan xൻ്റെ റേഞ്ച് എന്ത് വരുന്നു? tan xൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റായ 6 തന്നെ വരുന്നു. ഇനി നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം അല്ലേ? റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ത് വരും? റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് വിൽ ബി എക്സ് വാല്യൂസ് നോക്കൂ. നമുക്ക് എവിടുന്ന് എവിടെയാണ്? π/2 to
മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ കിട്ടുന്നു അല്ലേ. അപ്പോൾ പക്ഷേ എന്താണ് മൈനസ് പൈ ബൈ ടൂലും പ്ലസ് പൈ ബൈ ടൂലും ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമുക്കൊരു വൈ വാല്യൂ ഉണ്ടോ നോക്കി നോക്കൂ, ഇല്ല. അതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതെന്തൊഴിവാക്കി, ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു എന്ന് വരും. ഇവിടെ റേഞ്ച് എന്ത് വരും, റേഞ്ച് എന്താണ്, വൈ ആക്സിസ് ആണ്. വൈ ആക്സിസ് എന്താണ്, ദ സെറ്റ് ആർ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് തന്നെ വരുന്നു. ഇനി ഇൻവേഴ്സിൻ്റെ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ എന്ത് വരും, ഇത് റിവേഴ്സ് ആവും അല്ലേ. റേഞ്ച് ഡൊമെയിൻ ആവുന്നു, ഡൊമെയിൻ റേഞ്ച് ആവുന്നു. അതായത് മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു. മനസ്സിലായോ നിങ്ങൾക്ക്? ടാൻ എക്സിൻ്റെ കോസ് എക്സ് 0 ആവുന്ന വാല്യൂസ് നമ്മൾ ഓൾറെഡി ഡൊമെയിനിൽ നിന്ന് ഒഴിവാക്കും. എന്തുകൊണ്ടാണ്, ഇറ്റ് വിൽ ബി നോട്ട് ഡിഫൈൻഡ്. കോസ് എക്സിൻ്റെ വാല്യൂ 0 എന്ന് വന്നു കഴിഞ്ഞാൽ ടാൻ എക്സ് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ ടു ഒഴിവാക്കി. ഇനി നമുക്ക് റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്താണെന്ന് കാണണം. എന്താണ് റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്, മൈനസ് പൈ ബൈ ടു ടു മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു. അതായത് ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്തു, റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ആയിട്ടെടുത്തു. അവിടെ എന്ത് വരുന്നു, എക്സ് വാല്യൂസ് എന്ത് വരുന്നു, മൈനസ് പൈ ബൈ ടു ടു പ്ലസ് വാല്യൂ ഓപ്പൺ ഇൻ്റർവെൽ ആണ്. എന്തുകൊണ്ടാണ് ഓപ്പൺ ഇൻ്റർവെൽ, ഈ മൈനസ് പൈ ബൈ ടു എന്ന വാല്യൂവിലും പ്ലസ് പൈ ബൈ ടു എന്ന എക്സ് വാല്യൂവിനും നമുക്കൊരു വാല്യൂ വൈ വാല്യൂ ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ദെർഫോർ വി പുട്ട് ഓപ്പൺ ഇൻ്റർവെൽ. ഇനി വൈ വാല്യൂസ് എന്ത് തന്നെയാണ് വരുന്നത്, വൈ ആക്സിസ് ആണ് വരുന്നത്. എന്താണ് വൈ ആക്സിസ്, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആർ, അത് തന്നെയാണ് റേഞ്ച് വരുന്നത്. ടാൻ ഇൻവേഴ്സ് എക്സ് ആവുമ്പോൾ റേഞ്ച് ഡൊമെയിൻ ആവും, ഡൊമെയിൻ റേഞ്ച് ആവുന്നു. കോട്ടെക്സ് എങ്ങനെ വരും, കോട്ടെക്സിൻ്റെ ഡൊമെയിൻ എന്താണ്, ആറിൻ്റെ സെറ്റ് തന്നെയാണ്. പക്ഷേ എന്താണ് കോട്ടെക്സിൻ്റെ ഡൊമെയിൻ എന്താണ്, എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു എൻ പൈ. പൈൻ്റെ മൾട്ടിപ്പിൾസ് പാടില്ല, വേർ എൻ ബിലോങ്സ് ടു സെഡ്. അങ്ങനെയല്ലേ എക്സ് ഡൊമെയിൻ വരുന്നത്. എന്തുകൊണ്ടാണ് എക്സ് ഡസ് നോട്ട് ഈക്വൽ ടു എൻ പൈ എന്ന് വരുന്നത്, കോട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. സൈൻ എക്സ് 0 ആവുന്ന വാല്യൂസ് നോട്ട് ഡിഫൈൻഡ് ആവും കോട്ടെക്സ്. അതായത് സൈനിൻ്റെ പൈ വാല്യൂസ് ഒന്നും പറ്റില്ല. സൈൻ പൈ, സൈൻ 2 പൈ, സൈൻ 3 പൈ ഇതെല്ലാം എന്താവും, കോസ് എക്സ് ബൈ 0, അതായത് നോട്ട് ഡിഫൈൻഡ് ആവും. അതുകൊണ്ട് റേഞ്ച് സെയിം ആണ്. എന്താണ് റേഞ്ച് 6 തന്നെയാണ്. ഇനി നമുക്ക് റെസ്ട്രിക്റ്റഡ് എന്താണ് നോക്കാം. റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്താണ്, ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ. ഫ്രം 0 ടു പൈ ആണ് കോട്ടെക്സിൻ്റെ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ വരുന്നത്, ഫ്രം 0 ടു പൈ. ടാൻ എക്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ at 0 and pi there is no value or it is not defined. Therefore here comes the ഓപ്പൺ ഇൻ്റർവെൽ. ഫ്രം 0 ടു പൈ ആണ് നമുക്ക് വാല്യൂസ് ഉള്ളത്. ഇവിടെ ഏതാണ് റെസ്ട്രിക്റ്റഡ് പോർഷൻ, ഇത്രയും പോർഷൻ അല്ലേ. ഈ റെഡ് ലൈൻ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത ഇത്രയും പോർഷനാണ് നമ്മുടെ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് വരുന്നത്. ഇവിടെ റേഞ്ച് എന്താണ്, 6 തന്നെ വരുന്നു. ഇനി കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്താവും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആവും. 6 ആവുന്നു, ഇവിടെ 0 ടു പൈ ആവുന്നു. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, കോട്ട് ഇൻവേഴ്സ് എക്സ് ഫ്രം ആർ ടു 0 ടു പൈ. ഇതാണല്ലോ കോട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമെയിനും റേഞ്ചും. അപ്പോൾ നമുക്കതിനെ ഫംഗ്ഷനായിട്ട് എങ്ങനെ, കോട്ട് ഇൻവേഴ്സ് എക്സിനെ നമുക്കൊരു ഫംഗ്ഷനായിട്ട് അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, കോട്ട് ഇൻവേഴ്സ് സച്ച് ദാറ്റ് ഫ്രം ആർ ടു 0 ടു പൈ. ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആർ, റേഞ്ച് എന്ന് പറയുന്നത് 0 ടു പൈ. ഇനി നമുക്ക് കൊസീക് എക്സ് നോക്കാം. കൊസീക് എക്സ് എന്നതിൽ ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്ത് വരുന്നു, കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ എക്സ് ആണല്ലേ, 1 ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ഡൊമെയിൻ എന്ത് വരുന്നു, എക്സ് ബിലോങ്സ് ടു ആർ
and x is not equal to n pi where n belongs to set z ഇൻഡിജേഴ്സിൻ്റെ സെറ്റ്. എന്തുകൊണ്ടാണ്? സൈൻ എക്സിൻ്റെ വാല്യൂസ് 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോട്ട് ഡിഫൈൻഡ് വരുന്നു. അതുകൊണ്ട് നമ്മൾ ഡൊമെയിൻ എന്താണ്? എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു എൻ പൈ. എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആർ ആൻഡ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു എൻ പൈ. ഇനി റേഞ്ച് എന്താണ്? റേഞ്ച് എന്താ വരുന്നത്? ആർ മൈനസ് 1 ഓപ്പൺ ഇൻ്റർവെൽ. എന്തുകൊണ്ടാണ് ഓപ്പൺ ഇൻ്റർവെൽ -1 to 1 നമ്മൾ ഒഴിവാക്കിയത് ആർ എന്ന സെറ്റിൽ നിന്ന്? വൈ വാല്യൂസ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്ത് നമ്മൾ കോസീക് എക്സിൻ്റെ ഗ്രാഫിന് നമുക്ക് വാല്യൂ ഇല്ല. അതുകൊണ്ട് റിയൽ നമ്പേഴ്സ് ആറിൻ്റെ സെറ്റിൽ നിന്നും നമ്മൾ -1 to 1 എന്ന ഇത്രയും പോർഷൻ നമ്മൾ അവിടെ ഒഴിവാക്കി. അതാണ് നമുക്ക് റേഞ്ച് കിട്ടിയത്. ഇവിടെ -1നും +1നും വാല്യൂസ് ഉള്ള പോയിന്റ്സ് ഉള്ളതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല? -1ഉം 1ഉം അവിടെ ഇൻക്ലൂഡ് ചെയ്തില്ല. ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇട്ടില്ല, നമ്മളിവിടെ ഓപ്പൺ ഇൻ്റർവെൽ ഇട്ടു. ഇനി ഡൊമെയിൻ ആൻഡ് റേഞ്ച് വിൽ ബി റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് വിൽ ബി റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് വിൽ ബി എവിടെയാണ് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ കിട്ടുന്നത്? നമുക്കിതാ ഇത്രയും പോർഷനിലാണല്ലേ, ഇതും. അതായത് ഫ്രം -π/2 ടു +π/2. ഞാൻ ഈ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് ഇത്രയും പോർഷൻ ഫ്രം -π/2 ടു π/2 വി ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ. അപ്പോൾ നമുക്കത് എഴുതാം. എന്താണ് റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്? -π/2 ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 ടു +π/2. ഇതിൽ നിന്ന് നമുക്ക് എന്തൊഴിവാക്കണം? 0 എന്ന ഈ ആക്സിസിൽ 0 എന്ന വാല്യൂ y ആക്സിസിൽ നമുക്ക് എന്തില്ല? വാല്യൂ ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ വി ആർ സബ്ട്രാക്റ്റിംഗ് 0 ഫ്രം ദിസ് ഡൊമെയിൻ. -π/2 ടു π/2 ആണ് നമുക്ക് എന്ത് വരുന്നത്? ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ് വി ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ. ഇതിൽ 0 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ എക്സിന് 0 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ വി ആർ എക്സ്ക്ലൂഡിംഗ് ദ വാല്യൂ 0 ഫ്രം ദിസ് ഡൊമെയിൻ. റേഞ്ച് എന്താണ് വരുന്നത്? സെയിം റേഞ്ച് ആണല്ലേ. റേഞ്ച് വിൽ ബി ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -1 +1. ഇനി ഇൻവേഴ്സ് ഫംഗ്ഷൻ, അതായത് r -1 +1 ടു -π/2 +π/2 -0. The domain and range will get inversed. അപ്പോൾ നമുക്ക് കൊസീക് ഇൻവേഴ്സ് എക്സിനെ നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കൊസീക് ഇൻവേഴ്സ് എന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ട് കൊസീക് ഇൻവേഴ്സ് സച്ച് ദാറ്റ് ഫ്രം r -1 ടു -π/2 ടു +π/2 -0. ഇവിടെ -π/2 π/2 ഈ വാല്യൂസ് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുത്തത്. അതിൽ നിന്നും നമ്മൾ 0 മാത്രം സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് സീക്ക് എക്സ് നോക്കാം. സീക്ക് എക്സ് എന്താണ്? സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/cos x ആണല്ലേ. അപ്പോൾ cos x വാല്യൂസ് 0 ആകുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു cos x എപ്പോഴാണ്? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 അപ്പോഴാണല്ലോ നമുക്ക് cos x 0 കിട്ടുന്നത്. അപ്പോഴാണ് സീക്ക് എക്സ് നോട്ട് ഡിഫൈൻഡ് ആവുന്നത്. ഇനി വേർ n ബിലോങ്സ് ടു ഇൻറ്റിജർ സെറ്റ്. റേഞ്ച് നമുക്ക് എന്താണ്? സീക്ക് എക്സിൻ്റെ റേഞ്ച് വിൽ ബി r മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -1 എന്തുകൊണ്ടാണ് ഫ്രം -1 to 1 ഒഴിവാക്കിയത്? നമുക്ക് ഫ്രം -1 to 1 ദർ ഈസ് നോ വാല്യൂസ്. അപ്പോൾ നമ്മൾ r എന്ന റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്ന് -1 to 1 ഓപ്പൺ ഇൻ്റർവെൽ -1 to 1 ഒഴിവാക്കി. എന്തുകൊണ്ടാണ്? -1ലും +1ലും നമുക്ക് വാല്യൂ ഉള്ളത് കൊണ്ട്. ഇനി റെസ്ട്രിക്റ്റഡ് എന്താ വരിക? റെസ്ട്രിക്റ്റഡ് എന്താ വരിക നമുക്ക് നോക്കാം. റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ നമ്മൾ എവിടെയാണ് കിട്ടുന്നത്? ഇത്രയും പോർഷനിലാണ് നമുക്ക് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ് വി ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ. അപ്പോൾ ഏതാണ്?
From 0 to pi, we are getting different values of y for different values of x. അപ്പോൾ നമ്മൾ എന്തെടുത്തു? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to pi. ഇനി ഇവിടെ ഏത് വാല്യൂലാണ് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്? ഈ π/2 എന്ന വാല്യൂവിൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. എന്തുകൊണ്ടാണ്? വാല്യൂ ഇല്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ അതൊഴിവാക്കി. π/2 നമ്മൾ ആ ഡൊമെയിനിൽ നിന്ന് ഒഴിവാക്കി. റേഞ്ച് എന്താണ്? റേഞ്ച് വിൽ ബി ദ സെയിം r മൈനസ് ഫ്രം -1 to +1 r മൈനസ് 1 to +1. അപ്പോൾ ഇനി എന്താണ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും? സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ വിൽ ബി r -1 to 1 and the domain will be 0 to pi. അതിൽ നിന്ന് എന്തൊഴിവാക്കിയാൽ മതി? π/2 ഒഴിവാക്കിയാൽ മതി. ഇത്രയാണ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും. അപ്പോൾ നമുക്കതൊരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ്? സീക്ക് ഇൻവേഴ്സ് സച്ച് ദാറ്റ് r -1 to 1 to 0 to pi minus π/2. ഇപ്പം നിങ്ങൾക്ക് 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡൊമെയിനും റേഞ്ചും കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ഒരു തവണയെങ്കിലും ഗ്രാഫ് വരച്ച് നോക്കി സ്വന്തമായി ഡൊമെയിനും റേഞ്ചും എഴുതി നോക്കുക. പിന്നെ നിങ്ങൾ മറക്കില്ല. അല്ലാതെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല, നിങ്ങളെല്ലാം മറന്നു പോകും. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷം പഠിച്ച ഒരു കാര്യം നമുക്ക് റിവൈസ് ചെയ്യാം. അത് നമുക്ക് ആവശ്യമാണ്. എന്താണ്? 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ റീജിയനെ 4 ആയി തരംതിരിക്കുന്നു. ഈച്ച് റീജിയൻ ഈസ് കോൾഡ് ക്വാഡ്രൻറ്റ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. ഈച്ച് റീജിയൻ ഈസ് കോൾഡ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളിനി ഓൾ സിൽവർ ടീ കപ്സ് ഓർ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നൊക്കെ ഒരു കോഡ് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓൾ ആർ പോസിറ്റീവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾ ആർ പോസിറ്റീവ്. ഇവിടെ സൈൻ എക്സ്, കോസ് എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ് എല്ലാം ഇവിടെ എന്താണ്? ഓൾ ആർ പോസിറ്റീവ്. അതാണ് എ. ഇനി ഇവിടെ എസ്, ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഓൾ സിൽവർ ടീ കപ്സ്, അത് എഴുതി വെച്ചോളൂ. എസ് മീൻസ് സൈൻ ആൻഡ് റെസിപ്രോക്കൽ ഓഫ് സൈൻ. എന്താ റെസിപ്രോക്കൽ ഓഫ് സൈൻ? കൊസീക്ക് എക്സ്. സൈൻ ആൻഡ് കൊസീക്ക് എക്സ് ആർ പോസിറ്റീവ്. അതിനെയാണ് എന്ത് നമ്മൾ എസ് എന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ടി, ടാൻ എക്സ് ആൻഡ് കോട്ട് എക്സ് ഈസ് പോസിറ്റീവ്. ഇനി ഇവിടെ എന്താണ്? സി, cos and reciprocal of cos, sec are positive ആണല്ലോ. ഇവിടെ എന്താണ്? ഇത് 0, 0യുടെ നേരെ ഓപ്പോസിറ്റ് പൈ. ഇവിടെ എന്താണ്? π/2. ഇവിടെ എന്താണ്? 3π/2. ഇതിങ്ങനെ വരൂലേ? പൈ എന്നുള്ളത് വീണ്ടും ഇവിടെ എത്തുമ്പോൾ 2π ആയി മാറും. ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇത് നിങ്ങളെ ഒന്നും കൂടി റിവൈസ് ചെയ്യണം. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഇനി ഇത്രയും പോർഷനെ നമുക്ക് തീറ്റയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? ഫ്രം 0 to π/2. ഇനി ഇത്രയും പോർഷൻ നമുക്ക് എന്ത് വരും? π/2 പ്ലസ് തീറ്റ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പൈ മൈനസ് തീറ്റ എന്ന് പറയാം. ഏത്? ഇത്രയും പോർഷൻ. ഇനി ഇത്രയും പോർഷൻ എന്താണ്? അതായത് തേർഡ് ക്വാഡ്രൻറ്റ്. എന്താണ്? തേർഡ് ക്വാഡ്രൻറ്റ് വിൽ ബി പൈ പ്ലസ് തീറ്റ ഓർ 3π/2 മൈനസ് തീറ്റ. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്തായിരിക്കും? ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത് മൈനസ് തീറ്റ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക്. എന്തുകൊണ്ടാണ്? ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണല്ലേ? ഫ്രം 0 to 3π/2. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? മൈനസ് തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 3π/2 പ്ലസ് തീറ്റ എന്നും പറയാം. മനസ്സിലായല്ലോ? ഇനി 2π മൈനസ് തീറ്റ എന്നും പറയാം. 2π ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് 2πയിൽ നിന്നും ഒരു ആംഗിള് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫോർത്ത് ക്വാഡ്രൻറ്റ് കിട്ടും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കോഫങ്ഷൻസ് എന്തൊക്കെയാണ്? കോഫങ്ഷൻസ് നമുക്കറിയാം അല്ലേ? സൈനിൻ്റെ കോഫങ്ഷൻ കോസിൻ്റെ കോഫങ്ഷൻ സൈൻ എക്സ്. ഇനി സീക്കിൻ്റെ കോഫങ്ഷൻ കൊസീക്കിൻ്റെ കോഫങ്ഷൻ സീക്ക്. ടാനിൻ്റെ കോട്ടിൻ്റെ ടാൻ.
ഇനി ഡൊമെയിൻ ആൻഡ് റേഞ്ച് നമ്മൾ കണ്ടെത്തി. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത്രയും പോർഷനിലാണ് എന്ത് വരുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ് ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഈ 3 ഇൻവേഴ്സ് ഫങ്ഷൻസും എവിടുന്ന് എങ്ങോട്ടാണ് വരുന്നത്? -π/2 ടു +π/2. ഇത്രയും ആംഗിളിൽ -π/2 ടു π/2 ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്, ഈ 2 ക്വാഡ്രൻറ്റിലാണ് എന്ത് വരുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ് ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഡൊമെയിൻ ആൻഡ് റേഞ്ച് പഠിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി ഫ്രം 0 to π ആണ് ഏതൊക്കെ ഇൻവേഴ്സ് ഫങ്ഷൻസ് വരുന്നത്? cos ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇത് മൂന്നും ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ് ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഈ 3 ഇൻവേഴ്സ് ഫങ്ഷൻസും ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരുന്നു. അതായത് -π/2 ടു π/2. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അതായത് 0 to π, ഇത്രയും ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, അതായത് 0 to π, ഇത്രയും പോർഷനിലാണ് എന്ത്? കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് എക്സ് വരുന്നത്. ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓരോ ക്വാഡ്രൻറ്റിലും വരുന്ന ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസും നമ്മൾ നേരത്തെ പഠിച്ച ഡൊമെയിൻ ആൻഡ് റേഞ്ചും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം ഓരോ പ്രോബ്ലംസും നമ്മൾ ചെയ്യാൻ. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് ടേബിൾ ഒന്ന് നോക്കാം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെയും വാല്യൂ അറിഞ്ഞിരിക്കണം. എന്താണ് സൈൻ 0ൻ്റെ വാല്യൂ? എങ്ങനെയാണ്? 180 ഡിഗ്രി = π ആണല്ലേ. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? π/180. അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്പോസ് 30 ഡിഗ്രി ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ എങ്ങനെയാണ്? π/180 × 30. അതാണല്ലോ 1 × 30 ആണല്ലോ ഇവിടെ. അപ്പോൾ എങ്ങനെയാണ്? 30 ഇതിൽ 6 ടൈംസ് which is equal to π/6. ഇങ്ങനെയാണ് ഡിഗ്രിയിലുള്ള മെഷറിനെ നമ്മൾ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് സൈൻ 0. സൈൻ 0 0 നമുക്കറിയാം അല്ലേ. ഇനി സൈൻ 30 എന്ത് വരും? 1/2. സൈൻ π/4 അല്ലെങ്കിൽ 45 ഡിഗ്രി എത്രയാണ് വരുന്നത്? 1/√2. ഇനി സൈൻ 60 അല്ലെങ്കിൽ π/3 എന്ത് വരുന്നു? √3/2. സൈൻ π/2 90 ഡിഗ്രി 1. സൈൻ 180 π എത്രയാ? 0 തന്നെ വരുന്നു അല്ലേ. നമ്മളിങ്ങനെ 4 ക്വാഡ്രൻ്റ് ആയിട്ട് വരച്ചത് 0, π/2, π, 3π/2 അല്ലേ. അപ്പോൾ ഈ ആക്സിസിൽ വരുന്നത് എന്താണ്? ഇവിടെ 0 ആണെങ്കിൽ ഇവിടെയും 0 വരും അല്ലേ. ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഓപ്പോസിറ്റ് വരുമ്പോൾ അത് നെഗറ്റീവ് വാല്യൂ വരും. ഇവിടെ തിരിച്ചെത്തുമ്പോൾ എന്തായി മാറി? 2π ആയി മാറി. 1 കംപ്ലീറ്റ് റൊട്ടേഷൻ 360 ഡിഗ്രിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി cos 0 എത്രയാണ്? 1 നമുക്കറിയാം. cos 30 എത്രയാണ്? √3/2. ആക്ച്വലി നിങ്ങൾക്ക് സൈനിൻ്റെയും കോസിൻ്റെയും മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി cos 45 സെയിം ആണല്ലേ, 1/√2. ഇനി cos 60 എത്രയാണ് വരുന്നത്? ഇവിടെ എന്താണോ വന്നിരിക്കുന്നത് അതിൻ്റെ റിവേഴ്സ് 30 ഡിഗ്രിയും 60 ഡിഗ്രിയും സൈനും കോസും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടാൽ മതി. ഇനി cos 90 0 ആണ് നമുക്കറിയാം. cos π നോക്കൂ, ഇവിടെ 0യിൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1 എന്ന് കിട്ടി. നേരെ ഓപ്പോസിറ്റാണ് പൈ കിടക്കുന്നത് അല്ലേ. അപ്പോൾ cos π എന്ത് വരുന്നു? നെഗറ്റീവ് -1. ഇവിടെ cos 0 എന്നത് നമുക്ക് പോസിറ്റീവ് 1 ആണ് കിട്ടിയതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പൈക്ക് എത്രയാണ് വാല്യൂ കിട്ടുക? -1 കിട്ടുന്നു. ഇനി ടാൻ എന്താണ്? ടാൻ sin/cos ആണ് ടാൻ അല്ലേ. അപ്പോൾ ഇത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ചെയ്താൽ മതി. അപ്പോൾ 0/1 എത്രയാണ്? 0. ½/√3/2. ½/√3/2 പറയുമ്പോൾ ഇൻറ്റു എന്ത് വരും? 2/√3. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി π/4 1/√2 ഡിവൈഡഡ് ബൈ 1/√2 1. ഇനി √3/2 ഡിവൈഡഡ് ബൈ വരുമ്പോൾ എന്ത് വരും? 2/1.
2 ക്യാൻസലായി. ഇവിടെ √3 വരുന്നു. 1/0 എത്ര വരിക? നോട്ട് ഡിഫൈൻഡ്. 1/0 നോട്ട് ഡിഫൈൻഡ് അല്ലേ? നോട്ട് ഡിഫൈൻഡ്. ഏതാണ്? tan π/2. ഇനി tan π എന്ത് വരുന്നു? 0/1 -1 0 തന്നെ വരുന്നു. ഇത് എത്ര അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കൊസീക്ക് സീക്ക് കോട്ടെക്സ് ഇതിൻ്റെ ഇത്രയും വാല്യൂസ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. ഇത്രയും വാല്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞു. ശരിക്കും നിങ്ങൾക്ക് സൈനിൻ്റെയും കോസിൻ്റെയും മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ നല്ല തറോ ആയിട്ട് ഈ ടേബിള് പഠിച്ചിട്ട് വരണം, കാരണം പ്രോബ്ലംസ് ചെയ്യാൻ ഇത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ? പ്രിൻസിപ്പൽ റേഞ്ചിനകത്ത് വരുന്ന വാല്യൂ ആയിരിക്കും എന്ത്? പ്രിൻസിപ്പൽ വാല്യൂ. ഇനി നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് ഹാഫ് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഹാഫ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? സൈൻ y ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന് വരും അല്ലേ? എങ്ങനെയാണ് വരുന്നത്? y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സൈൻ y ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൂടെ? ഇൻവേഴ്സ് ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി സൈൻ y ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഹാഫ് എന്ത് വരും? സൈനിൻ്റെ ഏത് വാല്യൂ ആണ് നമുക്ക് ഹാഫ് കിട്ടുന്നത്? സൈൻ π/6 ആണ് നമുക്ക് ഹാഫ് കിട്ടുന്നത്, അതായത് 30 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി ആണല്ലോ, 1/2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ y ഈസ് ഈക്വൽ ടു സൈൻ π/6. Therefore y ഈസ് ഈക്വൽ ടു π/6. ഈ π/6 എന്ന വാല്യൂ പ്രിൻസിപ്പൽ റേഞ്ചിനകത്താണോ വരുന്നത്? ആണ് അല്ലേ? 60 ഡിഗ്രി വിച്ച് ബിലോങ്സ് ടു -π/2 ടു +π/2. ഇത് 1 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ അറിയാമല്ലേ? സൈൻ ഇൻവേഴ്സ് ഹാഫ് എന്ന് പറയുന്നത് സൈൻ എന്ത് വാല്യൂ ആണ് നമുക്ക് ഹാഫ് കിട്ടുന്നത്? സൈൻ 30 ഡിഗ്രി π/6 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹാഫ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് എഴുതാം അല്ലേ? സപ്പോസ് യു ആർ അറ്റംപ്റ്റിംഗ് ആൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, നിങ്ങൾ ഇത്രയും നീട്ടി എഴുതി കഴിഞ്ഞാൽ ശരിയാവോ? നമുക്ക് അവിടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഹാഫ് എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നീട്ടി വലിച്ചെഴുതാൻ നേരം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൈൻ ഇൻവേഴ്സ് ഹാഫ് എന്ന് കണ്ട വശം നമുക്ക് എന്ത് പറയാം? സൈൻ π/6 ആണ് ഹാഫ്. അതുകൊണ്ട് എന്താണ് വാല്യൂ വരുന്നത്? π/6 ആണ് വാല്യൂ വരുന്നത്. വിച്ച് ബിലോങ്സ് ടു പ്രിൻസിപ്പൽ റേഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ റേഞ്ചിനകത്ത് വരുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ തെറ്റായിരിക്കും. ഇനി നമുക്ക് സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ് എന്താണ് വരുന്നതെന്ന് നോക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. എന്തുകൊണ്ടാണ്? സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ 4th ക്വാഡ്രൻറ്റിലാണ് കൺസിഡർ ചെയ്യുക. 4th ക്വാഡ്രൻറ്റ് മൈനസ് തീറ്റ ഇതാണല്ലോ. അപ്പോൾ എന്ത് വരും? 4th ക്വാഡ്രൻറ്റിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. സി കോസും സീക്കും ആണ് എന്ത്? പോസിറ്റീവ്. സൈൻ എന്ത് വരും? നെഗറ്റീവ് വാല്യൂ വരും. അതുകൊണ്ട് ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സൈൻ y ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ്. അപ്പം നമുക്ക് എന്ത് പറയാം? സൈൻ y ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ π/6. മൈനസ് സൈൻ π/6നെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ മൈനസ് π/6 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ വൈൻ്റെ വാല്യൂ കിട്ടിയത്? y ഈസ് ഈക്വൽ ടു മൈനസ് π/6 വിച്ച് ബിലോങ്സ് ടു -π/2 ടു +π/2. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ റേഞ്ച്. നോക്കൂ, പ്രിൻസിപ്പൽ റേഞ്ച് അത് തന്നെയല്ലേ? എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച്? ഫ്രം -π/2 ടു +π/2 ആണല്ലോ. അതിലല്ലേ ഇത് വരുന്നത്? -π/6, അതായത് 4th ക്വാഡ്രൻറ്റിൽ വരും. ഇങ്ങനെയാണ് പോസിറ്റീവ് വാല്യൂവും നെഗറ്റീവ് വാല്യൂവും
വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതേ പ്രോബ്ലം നിങ്ങളൊരു ട്രിഗ്നോമെട്രിക് പ്രോപ്പർട്ടി, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ആ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഇതേ പ്രോബ്ലം നിങ്ങൾക്ക് മറ്റൊരു മെത്തേഡിലും കൂടി ചെയ്യാം. അത് ഞാൻ ആ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതോടുകൂടി ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.